ഹലോ, നമ്മളിത് കൃത്യസമയം പാലിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? ഞാൻ ലേറ്റ് ഒന്നും അല്ല, കറക്റ്റ് 11:01 എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവണോ? 1 മിനിറ്റ് സമയം നോക്ക്. എന്താ 11:01? അത് തന്നെ. ഞാൻ എന്റെ പരിപാടിയിലായിരുന്നു. നിങ്ങക്ക് തിരക്കാണ്, നമ്മളെന്നാ പോകുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? സംസാരം ക്ലിയർ ആയിരിക്കണോട്ടോ. സംസാരം ക്ലിയർ ആണെങ്കിലും താനെ ഈ പറഞ്ഞത് ലേറ്റ് ആയി കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ഇവിടെ നിങ്ങൾ ഇത്ര പോസ്റ്റ് ഡ്രൈവ് ആയിട്ട് എ സിക്ക് തണുപ്പില്ല? AC ഓഫ് ചെയ്തിട്ടേക്കണല്ലേ? ഓഫല്ലേ? ചിലപ്പോ ഇപ്പൊ ക്ലൈമറ്റ് അല്ല ക്ലൈമറ്റിന്റെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോ അതായിരിക്കും. AC കൂടാതെ ഞാൻ മുകളിൽ ഫാൻ ഇട്ടിട്ടുണ്ട്, റിമോട്ട് കൺട്രോള്. പിന്നെ ഇത് കണ്ടില്ലേ, ആറ്റംബർഗ്. കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാണ്. ഇത് ആറ്റംബർഗ് റിമോട്ട് ഫാനാണ്. ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഒന്നും വർക്ക് ചെയ്യണില്ല, പേര് മാത്രമേ ഉള്ളൂ. ഏത് താൻ നോക്കുന്നത് നമ്മുടെ ഓഫീസിലൊന്നും നെഗറ്റീവ് പറയുന്നത് നല്ല കാര്യം പറയാനുള്ള തന്റെ. ഇത് വെറുതെ അല്ലട്ടെ, ഇത് ബാറ്ററി ഇട്ടിട്ടില്ല. അതെ, ബാറ്ററി കിട്ടുന്നുണ്ട്. ബാറ്ററി ഒരു തോളം മേഖലുണ്ട്. ബാറ്ററി ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. താനേ തന്നെ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചു കൊടുക്കുന്നത്. താൻ എപ്പോ വന്നാലും നെഗറ്റീവ് ആണ്. എടാ, ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്യണില്ലെന്നുണ്ടോ? ഇത് നോക്കി, ആരായാലും വിശ്വസിക്കില്ല. ഇത് നോക്കിയേ, ഇത് നോക്കി വർക്ക് ചെയ്യാൻ. ഞാൻ വിചാരിച്ചു ബാറ്ററി ഇടുന്ന സ്ഥലം വിചാരിച്ചു. ഇത് നോക്കി, നമ്മൾ ആരായാലും ഇതാവും. എനിക്ക് തിരക്കുള്ള ആ മനുഷ്യനാണ്. ചേട്ടാ തിരിച്ചു വിളിക്കട്ടെ ചേട്ടാ. അപ്പൊ വേറൊന്നുമല്ല സുഹൃത്തുക്കളെ, വേറൊന്നുമല്ല. ഇതിപ്പോ ഞങ്ങളെ ചുമ്മാ ഒരു എന്താ പറയാ, ഞാനൊന്ന് നിങ്ങളെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. വേറൊന്നുമല്ല, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, പുള്ളി എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നൊക്കെ അറിയാം. ഞാൻ എങ്ങനെ എത്തിയെന്നുള്ളത് ഒരുപാട് ഇന്റർവ്യൂ ഒന്നും അല്ല ഇത്. കാരണം ഞങ്ങൾക്കൊരു ആഗ്രഹം, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇവിടെ പരിചയപ്പെട്ടതും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ എത്തിയെന്ന് ഇയാളും പറയും. അതാണ് നമ്മുടെ ആ സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു കാണിക്കുന്നത്, ബോണ്ടിങ് ആണ് കാണിക്കുന്നത്. ഇത് ഇന്റർവ്യൂ ഒന്നും അല്ലട്ടാ, ചുമ്മാ. അതായത് ഇപ്പൊ എനിക്ക്, അതായത് ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 25 years ആയി ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ 25 yearsന്റെ സമയത്ത് 25 വർഷമായിട്ട് വിക്രമാദിത്യനും വേതാളം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ മുതിർത്ത് ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. നിങ്ങളൊന്ന് എന്റെ ക്ഷമയെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഇത്ര മഹത് വ്യക്തിയെ ഞാൻ എന്റെ തോളിൽ ഇങ്ങനെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ക്ഷമയെ നിങ്ങൾ മനസ്സിലാക്കണത്, അതിന്റെ ആ ഒരു പവർ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇതിൽ എത്രത്തോളം ക്ഷമയുണ്ടെന്നുള്ളത്. ലാലേട്ടനെ അവിടെ വെച്ച് പറഞ്ഞതാണ് എന്ത് പറ്റി നവീനെ ചോദിച്ചു. ഇയാളുടെ ക്ഷമയെ പറ്റി ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇയാളെ ഞാൻ 25 വർഷമായിട്ട് എങ്ങനെ സഹിക്കേണ്ടതെന്നുള്ള ഞങ്ങളുടെ വേറെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ ഒരാൾ വരാൻ ചാൻസ് ഉണ്ടാവും, പറയും മനസ്സിലായ എങ്ങനെ സഹിക്കേണ്ടതെന്നുള്ളത്. കാരണം വേറെ ഒന്നുമല്ല. അപ്പൊ ആ 25 yearsന്റെ ഒരു സെലിബ്രേഷൻ പോലെ ആയിക്കോട്ടെ ഞങ്ങളുടെ ഈ പറയുന്ന പരിചയപ്പെടലും ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റി. അതിലുപരി ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 വർഷത്തിന്റെ ഒരു കണക്ക് പറയണമെന്ന് വിചാരിക്കരുത്. ഇന്നത്തെ ദിവസം ഫുൾ ട്രീറ്റും രാജേഷിന്റെ ഉച്ചക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് എല്ലാം ഇന്നത്തെ ഫുൾ അടിപൊളി. പ്രേക്ഷകരെ അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇയാള് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ചെലവ് ഞാൻ തന്നെയാണ് കൂട്ടായി കൊണ്ടുനടക്കുന്നത്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സഹായം, ഞാൻ ഇപ്പോൾ ഇയാൾ രക്ഷപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇയാൾ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇയാൾ കുറെ പ്രാവശ്യം എന്നെ വിളിച്ചു, നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പൊ ഞാൻ ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് എന്താണ് അതിനുള്ള ഇതെന്ന് ചോദിച്ചു, ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ തൊട്ടായി ഇന്ന് ഉച്ച തൊട്ട് രാത്രി ഫുൾ നൈറ്റ് പാർട്ടി വരെ ഇവന്റെ രാജേഷിന്റെ വകയാണ്. അതില് ഭയങ്കര എന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പൊ എന്തായാലും ചെലവുണ്ടാവും. അപ്പൊ അത് ചെലവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ട് തന്നെയാണ് എന്റെ പ്രിയ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയത്. ചെലവ് ചെയ്യുന്നത് നമുക്കൊരു പ്രോബ്ലമേ അല്ല, മനസ്സിലായോ? കാരണം സന്തോഷങ്ങൾ എപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ എന്റെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം അത് ചെറുതായാലും വലുതായാലും എല്ലാ സന്തോഷങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ലൈഫേ ഒന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. നമ്മൾ കണ്ണിന് തന്നാലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സെലിബ്രേഷൻസും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നമ്മളങ്ങനെ ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫ് ഒരു നമ്മളെ കൊണ്ട് രീതിയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിലൊരു ബാറ്ററി ഇടുന്നത്
സുഹൃത്തേപ്പാ അപ്പേ ഇതിപ്പോ തനിക്കിപ്പോ ഞാൻ ഞങ്ങളുടെ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഷോറൂമിൽ വരാറുണ്ട്. എന്നാലും ഈ പറയുന്നത് കുറെ വണ്ടികളൊക്കെ വന്ന് കേറിയിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം. ഇതേ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട്. അത് അടിപൊളിയാണല്ലോ. പിന്നെ X1 അങ്ങനെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വേറെ വണ്ടികളൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ. അത് കൊള്ളാം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കച്ചവടമുള്ളൊരു നമ്മള് വിചാരിക്കും. ചിലപ്പോ ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കച്ചവടം ഇല്ല, ഇന്ന് ഭയങ്കര ഈ മാസം ഭയങ്കര പ്രശ്നം. പക്ഷെ മിക്കപ്പോഴും ഇവിടെ വരുമ്പോഴും ഇതേ വണ്ടികളല്ല, ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ കച്ചവടം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇയാൾ പിടിതരാത്തതാണ് മെയിനായിട്ട്. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും ഇയാളെ പിടിച്ചിരിക്കും, അതിൽ യാതൊരു സംശയവും. ഇന്നത്തെ ദിവസം എന്റെ പ്രിയ സുഹൃത്തായ രാജേഷിന്റെ ട്രീറ്റ്. ഇന്ന് 35ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്, അല്ലേ? എപ്പോഴും നമ്മളുടെ പ്രായം ഭയങ്കര പ്രായത്തിന് നമ്മളെ സംബന്ധിച്ചോളം പ്രായം ഒരു പ്രശ്നമല്ല. ഏജ് എന്ന് പറയുന്നത് ഇവനെന്റെ അമ്മാവനാണെന്ന് എത്ര പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇവനാണോ എന്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ ഇവനാണോ എന്റെ ചേട്ടൻ, ഈ ലുക്ക് വൈസിലെ ആരാണെന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യും. അതിപ്പോ എന്തായാലും കമന്റ്സ് വരും, വെറുതെ നാണം കിടരുത്. കമന്റ്സ് വരും, കാരണം ഇയാളെ ആക്ടർ ഒക്കെ ആണല്ലോ, സെലിബ്രിറ്റി ഒക്കെ ആണ്. അതുകൊണ്ട് എന്താണ് ആക്ടർ, അത് നമ്മുടെ നമ്മുടെ ഉപജീവന മാർഗം. ഞാൻ ആക്ടർ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കാര്യം ഇദ്ദേഹം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നാണ് അവസാനം ഇവിടം വരെ എത്തിയത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അതിന്റെ സ്ട്രഗിളും സാക്രിഫൈസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും പുകഴ്ത്തണം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ചെലവാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, കാരണം വെച്ചാൽ നമ്മള് ഈ പബ്ലിക്കില് ആരും അറിയാത്തുള്ള ആൾക്കാരാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഫിഗർ ആണ്. അപ്പൊ ഒബ്വിയസ്ലി എന്താ പറയുക, കൂടുതൽ കമന്റ്സ് വരിക, ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ച്വലി കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഇതിൽ ആരാണ് കൂടുതൽ പ്രായം തോന്നിക്കുന്നത്? നേരത്തെ ചോദിച്ച ചോദ്യം ഇവൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ താടി വരെ ഞാൻ വൈറ്റ് ആക്കി വന്നു. കാര്യം ഞാനൊരു അനിയൻ പലരും ഇവനോട് ചോദിച്ചു അനിയൻ എവിടെ എന്ന് ചോദിച്ചു. എല്ലാവർക്കും ഇവനോട് അങ്ങനെയുള്ളവർ പിന്നെ മിണ്ടില്ല, അങ്ങനെയുള്ളവരോടും മിണ്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ഇത് ഓക്കെ, ഇത് നിങ്ങൾക്ക് തോന്നണ്ട, ഇതാണ് ഡൈ ആണെന്ന് തോന്നണ്ട. ഒരിക്കലും അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടനായിരിക്കണം. ഇത് ഫുള്ള് ഡൈ ആണ്, മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഞങ്ങൾക്ക് ഒരു പേരുണ്ട്, അത് ഞാൻ ഇപ്പൊ പബ്ലിക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞോ സുന്ദരൻ സുമകൻ എന്നൊക്കെ എന്നെ പലരും വിളിക്കും. അതൊന്നല്ല, കാരണം ഞങ്ങൾക്കത് പേര് ദോഷമാവും, അതുകൊണ്ട് ഞാൻ പറയണേ. അയ്യോ ഭയങ്കര പേരുദോഷം. അപ്പൊ അതുകൊണ്ട് നിങ്ങള് യഥാർത്ഥമായിട്ട് പറയും ഇതിൽ ആരാണ് ചേട്ടൻ. അല്ല, ആ ചോദ്യം നമ്മൾ ഒഴിവാക്കി. കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എടാ വയസ്സുകൊണ്ട് നോക്കണെങ്കിലും ഇയാൾക്ക് ഇപ്പോഴും 48 വയസ്സും എനിക്കിപ്പോ 38 വയസ്സുമായി. ഞാൻ ഇവിടെ നമ്മളെ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മള് നേരിട്ട് കാണുമ്പോ നോക്കുമ്പോ ശരിക്കും ഇയാളെന്റെ അമ്മാവന്റെ പ്രായം തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇത് പറയാൻ വേണ്ടിട്ടല്ലല്ലോ ഇവിടെ വന്നേക്കാം. അല്ല, എന്നാലും ഒരു അടിപിടി ഉണ്ടാവും. ഇത് പറയാൻ വേണ്ടി അല്ല, എന്നാലും ഒരു അടിപിടി വേണമല്ലോ. നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻസും അല്ല. ഇപ്പൊ ഇയാള് ചേട്ടനാണെന്നോ അമ്മാവനാണെന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് സന്തോഷമൊക്കെ മാറി. എല്ലാവരും അത് അറിയാൻ അല്ല, എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഒരു ഓപ്പൺ ആകണമെന്നൊരു ഈ 25 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഞാൻ ആദ്യം പറയാം, നവീനെ ഞാൻ ആദ്യം പരിചയപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 99 ആ ഒരു കാലഘട്ടങ്ങളിലാണ് പരിചയപ്പെടുന്നത്. എവിടെ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ സെലിബ്രിറ്റി ആവുമ്പോ എന്നെ പുച്ഛിക്കും. ഇപ്പൊ ഞാനത് പറയുമ്പോ ഒരിക്കലും അല്ല, ഞാൻ പുച്ഛിക്കില്ല. കാര്യം വെച്ചാൽ ഇയാളെ സ്വഭാവം വെച്ച് ഇയാളെല്ലാരും പുച്ഛിക്കും. പക്ഷെ നമ്മൾ ആരും പുച്ഛിക്കില്ല. ഇയാളെ രക്ഷപ്പെടണമെന്നില്ല നമ്മുടെ ആഗ്രഹം. ഇയാൾക്ക് മാത്രം പറഞ്ഞാൽ മതിയാ. സംഭവം ശരിയാണ്, ഇയാളുടെ ഷോറൂം ഒക്കെ തന്നെ. പക്ഷെ ഇയാള് പറയുന്നപ്പോ എനിക്കും പറയാനല്ല. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണോ? ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് വേണം. എന്തായാലും എന്ത് വിചാരിക്കും അറിയാവോ? അതിനിപ്പോ എന്താ, പ്രേക്ഷകർക്ക് അറിയാലോ. എന്നാ പറയാൻ സമ്മതിക്കേ. നീ പറ, ഇയാൾക്ക് എന്തെങ്കിലും ഒരു പറയാനുള്ള അവസരം ഞാൻ കൊടുക്കും. വേറൊന്നുമല്ല സുഹൃത്തുക്കളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ കണ്ടുമുട്ടിയത് 99-ലാണ്. ഏകദേശം ഞങ്ങള് ഇവനും ഇതുപോലെ തന്നെ ഒരു 30 വർഷം ആക്ടറാണോ അല്ലെങ്കിൽ മോഡലാകണം അല്ലെങ്കിൽ ഭയങ്കര വലിയ എന്താ പറയുക സെലിബ്രിറ്റി ആകണം, സിനിമയിൽ വരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മോഡലിംഗ് രംഗത്തേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആലപ്പാട് ജ്വല്ലറി, MG റോഡിലെ ആലപ്പാട് ജ്വല്ലറിയിലെ മോഡലിംഗ്, അവിടുത്തെ ഒരു അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 99-ൽ MG റോഡിലെ ആലപ്പാട് ജ്വല്ലറിയിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇത് പറയാം, ഞാൻ ജനിച്ചു വളർന്നത് എന്ന് പറയുന്നത് മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈപ്പിൽ മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറായി ബീച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം ഞാൻ ആ നാട്ടിൽ ഈ പറയുന്നത് അവിടെ വൈറ്റിംഗ് ചാനലിൻ്റെ ചെറിയ അവതാരം എന്നൊക്കെയാണ് ഫാമിലി ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുക്കില്ല രാജ്യത്തെ മുടുമുക്കൻ രാജാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മോഡലാണെന്നൊക്കെ പറഞ്ഞ് നല്ല അങ്ങനെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മോഡലാകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ മുദ്രയിലെ മിൽട്ടൺ ചേട്ടൻ വഴി ഞങ്ങൾക്ക് മുദ്ര അഡ്വർടൈസ്മെന്റ് കമ്പനി ഉണ്ട്. അതായത് കേരളത്തിലെ എനിക്ക് തോന്നുന്നു അംബാനി ഗ്രൂപ്പിന്റെ കമ്പനിയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടുത്തെ അഡ്വർടൈസ്മെന്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു മിൽട്ടൺ ചേട്ടൻ വഴിയാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുവിടുന്നത്.